Hi friends, welcome back to my channel Shweta's Kitchen Canvas. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കൊറിയൻ രീതിയിലുള്ള ഫുഡ് അതുപോലെ മേക്കപ്പ് അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു കൊറിയൻ ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കിയാലോ. അതിൻ്റെ പേരാണ് ഹ്വാച്ചി. നമുക്കതിന് കൊറിയൻ ഫ്രൂട്ട് പഞ്ച് എന്ന് പറയാം. അതിൽ വാട്ടർ മെലൺ ഉണ്ട്, സോഡ ഉണ്ട്, മിൽക്കുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു കോമ്പിനേഷൻ അല്ലേ. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ. ഇനി നമുക്ക് ഫ്രൂട്ട് പഞ്ചിന് വേണ്ട ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം. നമുക്കിതിൻ്റെ സീഡ് കളഞ്ഞെടുക്കാം. ഇത് കുറച്ചുകൂടെ ചെറിയ കഷ്ണങ്ങളാക്കാം നമുക്ക്. ഇതെല്ലാം കൂടെ നമുക്കൊരു ബൗളിനകത്തോട്ടിടാം. ഇപ്പം നമ്മുടെ ഫ്രൂട്ട്സ് പഞ്ചിൻ്റെ ഫ്രൂട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മിൽക്കൊക്കെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഫ്രൂട്ട്സ് നമുക്കൊരു വലിയ ബൗളിലോട്ടിടാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇടാം. ഇതിനകത്ത് വാട്ടർമെലൺ മസ്റ്റാണ്, ബാക്കി ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാം. നമുക്കിനി ഈ സ്ട്രോബെറി മിൽക്ക് ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില്ലെങ്കിൽ വേറെ ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉപയോഗിക്കാം. അതില്ലെങ്കിൽ സാധാരണ മിൽക്കാണെങ്കിലും ഉപയോഗിച്ചാൽ മതി. ഞാൻ 180 ml 2 ബോട്ടിലാണ് ഒഴിച്ചത്. ഇനി നമുക്ക് സോഡ 1 കപ്പ് ഒഴിക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടെ. ഇനി നമുക്ക് കുറച്ച് പൊമഗ്രനേറ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം, അതായത് നമ്മുടെ മാതള നാരങ്ങ. ഇനി കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാം. ഇനി കുറച്ച് വനില ഐസ്ക്രീം ഇടാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് സമ്മർ സീസണിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കളർഫുൾ ഫ്രൂട്ട് പഞ്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുറച്ച് പാലും കുറച്ച് സോഡയും
പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്. ആ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പാല് നല്ല കൂളായിട്ടുള്ള ചിൽഡ് പാലായിരിക്കണം. അതിനകത്തോട്ട് ഐസ് കട്ടയും ഇച്ചിരി വനില ഐസ്ക്രീമും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ വേർഷൻ ഓഫ് കൊറിയൻ ഫ്രൂട്ട് പഞ്ച് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.